അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷനായിരുന്നു കേട്ടോ. അതിൻ്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചു, എൻ്റെ അടുത്ത് അതിൻ്റെ കോപ്പിയുണ്ട്. പേരില്ലെങ്കിലും അഡ്രസ്സ് ഇല്ലെങ്കിലും അതിൻ്റെ ഉദ്ദേശം എനിക്കറിയാം. നിങ്ങൾക്ക് അയച്ചിട്ട് എനിക്ക് അയച്ചത്. അപ്പോൾ മനസ്സിലായല്ലോ. അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയായിരുന്നു. പരാതി നന്നായി ഡ്രാഫ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് കുറ്റാരോപിതനെ ന്യായീകരിക്കാനാണെന്ന് വ്യക്തം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ ബലാത്സംഗ പരാതിയെ പറ്റിയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ ഈ തരം താഴ്ന്ന പരാമർശം. എന്നാൽ ഈ സംശയമൊന്നും ഇത്രയും ദിവസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണ്, ഇതിന് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ പരാതിയെ, അതിന്റെ ഗൗരവത്തെ അസാധുവാക്കാനാണ് സണ്ണി ജോസഫ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രി തന്നെ പറയും. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷമാണ് യുവതി തനിക്ക് പരാതി ഇമെയിൽ ചെയ്തതെന്ന് സണ്ണി ജോസഫ് തന്നെ പറയുന്നു. അതെന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ KPCCക്ക് മാത്രമായി ആ പരാതി അയച്ചിരുന്നുവെങ്കിൽ പുറം ലോകം കാണാതെ പോയ മറ്റൊരുപാട് പരാതികളെ പോലെ ഈ പരാതിയും കോൺഗ്രസ് പൂഴ്ത്തിവെച്ചേനെ. VD സതീശന്റെയും ഷാഫി പറമ്പലിന്റെയും കയ്യിൽ അത്തരം പരാതികൾ ഇരിക്കുമ്പോൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ആയത്. രാഹുൽ മാങ്കൂട്ടം എന്ന പെർവട്ടിന്റെ ഇരകളായവർ മുന്നോട്ട് വരാതിരിക്കാൻ കോൺഗ്രസ് ആവുന്നത്ര ശ്രമിച്ചു. ആ ശ്രമം ഇപ്പോഴും തുടരുന്നു. അപ്പൊ പിന്നെ എന്ത് വിശ്വസിച്ചാണ് ഒരു യുവതി തനിക്ക് നേരിട്ട ലൈംഗികാതിക്രമത്തെ പറ്റി കോൺഗ്രസിന് പരാതി നൽകുക? അതുകൊണ്ട് തന്നെയാകാം ആ യുവതി തന്റെ പരാതി മാധ്യമങ്ങൾക്ക് ആദ്യം നൽകാൻ നിർബന്ധിതയായത്. സംഭവം വാർത്തയായതിന് പിന്നാലെയാണ് തനിക്ക് കിട്ടിയ പരാതി സണ്ണി ജോസഫ് DGPക്ക് കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി ക്രൈംബ്രാഞ്ച് കേസുമെടുത്തു. ആ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ ഇപ്പോഴും ഒളിവിലാണ്. എന്നിട്ടും രാഹുലിനെ പോലൊരു സ്ത്രീ ലംബടനെ ന്യായീകരിക്കാൻ, സംരക്ഷിക്കാൻ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്.